നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ വോട്ടെണ്ണലിൽ വിപുലമായ ഒരുക്കങ്ങൾ. ജില്ലയിൽ 74.89% പോളിംഗ് രേഖപ്പെടുത്തിയത്. രാവിലെ 7 മണി മുതൽ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. കാസർഗോഡ് ഉപ്പള സൊക്കാലിൽ 25-കാരിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടക്കൈ റോഡിലെ മൊയ്തീൻ സവാദിന്റെ ഭാര്യ ഫാത്തിമത്ത് നസ്ബീനയാണ് മരിച്ചത്. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള ഇട റോഡിൽ മലിനജലം ഒഴുകുന്നത് പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുന്നു. സമീപത്തുള്ള കടകൾ പൂട്ടിയിട്ട നിലയിലാണ്. BJP മുതിർന്ന നേതാവായിരുന്ന മടിക്കൈ കമ്മാരന്റെ 8ാം ചരമവാർഷിക ദിനത്തിൽ കല്യാണത്തെ സ്മൃതി കുടീരത്തിൽ ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി പുഷ്പാർച്ചന നടത്തി. കോട്ടച്ചേരി കുന്നുമ്മൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ ജനകീയ കൂട്ടായ്മയിലൂടെ കലാസാംസ്കാരിക പരിപാടികളോടുകൂടി ഡിസംബർ 11 മുതൽ 16 വരെ 5 ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന് ദീപവും തിരിയും എഴുന്നള്ളത്തോടുകൂടി തുടക്കമായി. വാർത്തകൾ വിശദമായി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ വോട്ടെണ്ണലിൽ വിപുലമായ ഒരുക്കങ്ങൾ. ജില്ലയിൽ 74.89% പോളിംഗ് രേഖപ്പെടുത്തിയത്. രാവിലെ 7 മണി മുതൽ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ വോട്ടെണ്ണലിനോടനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങൾ. ജില്ലയിൽ 8,32,894 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇതിൽ 3,75,959 പുരുഷ വോട്ടർമാരും 4,56,933 സ്ത്രീ വോട്ടർമാരും 2 ട്രാൻസ്ജെൻഡറും ഉൾപ്പെടുന്നു. ആകെ 11,12,190 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. പോളിംഗ് ശതമാനം 74.89% രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൽ സമ്മതിദായകർ വോട്ട് രേഖപ്പെടുത്തിയ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പോലീസ് സുരക്ഷയിൽ സ്ട്രോങ് റൂമുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ ആയിരിക്കും എണ്ണുക. 10 മണിയോടെ ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. 12 മണിയോടെ ചിത്രം വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലവിൽ ഇടതിനാണ് മുൻതൂക്കം. എന്നാൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടാനാകുമെന്നാണ് UDFന്റെയും BJPയുടെയും പ്രതീക്ഷ. ജില്ലയിൽ ആകെ 38 ഗ്രാമപഞ്ചായത്തുകൾ, 3 നഗരസഭകൾ, 6 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 1 ജില്ലാ പഞ്ചായത്ത് എന്നിവ ഉൾപ്പെടെ 48 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടിംഗ് നടന്നത്. ഇതിൽ ഏവരും ഉറ്റുനോക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരഫലം തന്നെയാണ്. ജില്ലാ പഞ്ചായത്തിലെ 17 ഡിവിഷനുകളിൽ 8 സീറ്റുകൾ നേടി LDFനാണ് ഭരണം. CPM 4, CPI 2, കേരള കോൺഗ്രസ് 1, LJD 1 എന്നിങ്ങനെയാണ് കക്ഷിനില. 7 സീറ്റുകളാണ് UDFിലുള്ളത്. മുസ്ലിം ലീഗ് 4, കോൺഗ്രസ് 3 എന്നിങ്ങനെയാണ് കക്ഷിനില. BJPക്ക് 2 ഡിവിഷനുകളിൽ വിജയിക്കാനായി. ഇത്തവണ ഒരു ഡിവിഷൻ വർദ്ധിച്ച് 18 ഇടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ജില്ലാ പഞ്ചായത്ത് ഭരണം ഇത്തവണ തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. അതേസമയം കൂടുതൽ സീറ്റുകൾ നേടി ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്തുമെന്നാണ് LDFന്റെ വാദം. 38 ഗ്രാമപഞ്ചായത്തുകൾ 19 ഇടത്തും LDF ആണ് ഭരിക്കുന്നത്. 14 വാർഡുകളുള്ള വലിയ പറമ്പിൽ LDF 8, UDF 5 എന്നിങ്ങനെയാണ് അംഗസംഖ്യ. പിലിക്കോട് 16 വാർഡുകളിൽ 14ഉം LDFനാണ്. UDFന് 2 സീറ്റുകളാണുള്ളത്. കയ്യൂർ ചീമേനിയിൽ 16-ൽ മുഴുവൻ സീറ്റും ഇടതുമുന്നണിക്കാണ്. ചെറുവത്തൂരിൽ 17-ൽ LDF 12, UDF 5 എന്നിങ്ങനെയാണ് കക്ഷിനില. മടിക്കയിൽ 15-ൽ 14ഉം LDFനാണ്. ഇവിടെ BJPക്ക് 1 സീറ്റുണ്ട്. കിനാനൂരിൽ 17-ൽ LDF 13, UDF 4 എന്നിങ്ങനെയാണ് കക്ഷിനില. കുറ്റിക്കോൽ പഞ്ചായത്തിൽ 16-ൽ LDF 9, UDF 6, ഇവിടെ BJPക്ക് 1 സീറ്റുണ്ട്. വേടകത്ത് ആകെയുള്ള 17-ൽ മുഴുവൻ സീറ്റും LDFനാണ്. അജാനൂരാണ് മറ്റൊരു വാശിയേറിയ മത്സരം നടക്കുന്ന പഞ്ചായത്ത്. 23-ൽ LDF 10, UDF 9, BJP 4 എന്നിങ്ങനെയാണ് കക്ഷിനില. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന പഞ്ചായത്തിൽ ആര് ഭരണം നേടും എന്നത് പ്രവചനാതീതം. ഉദുമയിൽ 21 വാർഡുകളിൽ LDF 10, UDF 9, BJP 2 എന്നിങ്ങനെയാണ് നിലവിലെ കണക്ക്. പള്ളിക്കരയിൽ 22-ൽ LDFന് 14ഉം UDFന് 8ഉം സീറ്റുകളാണുള്ളത്. ദേലമ്പാടി പഞ്ചായത്തിൽ 16-ൽ LDF 9, UDF 5 എന്നിങ്ങനെയാണ് കണക്ക്. മലയോര മേഖലയായ പനത്തടിയിൽ 15-ൽ 10 LDF, UDF 3, BJPക്ക് 2 സീറ്റ് എന്നതാണ് തലസ്ഥിതി.
കോടമ്പേളൂർ പഞ്ചായത്തിൽ 19-ൽ LDF 14, UDF 4, BJP 1 എന്നതാണ് കണക്ക്. 19 വാർഡുകളുള്ള പൈവേലികയിലാണ് മറ്റൊരു വാശിയേറിയ മത്സരം നടക്കുന്നത്. BJPക്കും LDFനും തുല്യ സീറ്റുകളുള്ള പൈവേലികയിൽ ഇത്തവണ ആര് നേടുമെന്നത് കൗതുകമുള്ള കാര്യമാണ്. LDF 8, UDF 3, BJP 8 എന്നിങ്ങനെയാണ് നിലവിലെ കണക്ക്. UDF പിന്തുണയോടെയാണ് ഇവിടെ LDF ഭരണം. വോർക്കാടിയിൽ 16-ൽ LDF 6, UDF 4, BJP 5, SDPI 1 സീറ്റ് എന്നതാണ് കണക്ക്. മുളിയാർ പഞ്ചായത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. 15-ൽ 7 വീതം സീറ്റുകൾ നേടി LDFും UDFും ഇവിടെ ഒപ്പത്തിനൊപ്പമാണ്. BJPക്ക് 1 സീറ്റുണ്ട്. പുത്തികയിൽ 14-ൽ LDF 8, UDF 2, BJP 4 എന്നിങ്ങനെയാണ് കക്ഷിനില. മിഞ്ച പഞ്ചായത്തിലാകട്ടെ 15-ൽ LDF 5, UDF 4, BJP 6 എന്നതാണ് കണക്ക്. മഞ്ചേശ്വരമാണ് മറ്റൊരു കൗതുക പോരാട്ടം നടക്കുന്ന പഞ്ചായത്ത്. ആകെയുള്ള 21 സീറ്റുകളിൽ LDF 4, UDF 8, BJP 7, SDPI 2 എന്നിങ്ങനെയാണ് കക്ഷിനില. മറ്റുള്ളവരുടെ പിന്തുണയോടെ സ്വതന്ത്രയാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇത്തവണ ആർക്കായിരിക്കും പഞ്ചായത്ത് ഭരണം നേടാനാകുക എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. UDF ഭരിക്കുന്ന തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ 21-ൽ LDF 7, UDF 14 എന്നതാണ് കക്ഷിനില. പടനയിൽ 15-ൽ LDF 6, UDF 9 എന്നതാണ് കണക്ക്. വെസ്റ്റ് എലേരിയയിൽ 18-ൽ 10ഉം UDFനാണ്. LDFന് 8 സീറ്റുകളാണുള്ളത്. ഈസ്റ്റ് എലേരിയയിൽ 16-ൽ UDF 14, LDF 2 എന്നതാണ് തൽസ്ഥിതി. ബളാലിൽ 16-ൽ 14ഉം UDFനാണ്. LDFന് ഇവിടെ 2 സീറ്റുകളേ ഉള്ളൂ. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ 17-ൽ LDF 7, UDF 9 എന്നതാണ് കക്ഷിനില. ഇവിടെ BJPക്ക് 1 സീറ്റുണ്ട്. ചെമ്മനാടിൽ 23-ൽ UDF 14, LDF 6, BJP 3 എന്നതാണ് നിലവിലെ കണക്ക്. 13 സീറ്റിൽ കുമ്പടാജയിൽ LDF 1, UDF 6, BJP 6 എന്നതാണ് കണക്ക്. ബദിയടുക്ക പഞ്ചായത്തിൽ 19-ൽ UDF 10, BJP 7, LDF 2 എന്നതാണ് കക്ഷിനില. ചെങ്കള പഞ്ചായത്തിൽ 23 സീറ്റിൽ UDF 15, LDF 8 എന്നതാണ് തൽസ്ഥിതി. എൻമകജയിൽ 17 സീറ്റുകളിൽ LDF 4, UDF 8, BJP 5 എന്നതാണ് കണക്ക്. കളാർ പഞ്ചായത്തിൽ 14-ൽ 10ഉം UDFനാണ്. LDFന് 3 സീറ്റുകളാണുള്ളത്. BJPക്ക് 1 സീറ്റുണ്ട്. കുമ്പളയിൽ 23-ൽ LDF 3, UDF 10, BJP 9, SDPI 1 എന്നതാണ് നിലവിലെ കണക്ക്. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിൽ 15-ൽ 8 UDF, LDF 2, BJP 5 എന്നതാണ് കക്ഷിനില. മംഗൽപാടി പഞ്ചായത്തിൽ 23-ൽ LDF 3, UDF 16, BJP 4 എന്നതാണ് നിലവിലെ കണക്ക്. BJP ഭരിക്കുന്ന കാറടുക്ക പഞ്ചായത്തിൽ 15-ൽ 6ഉം BJPക്കാണ്. LDF 4, UDF 5 എന്നതാണ് മറ്റുള്ളവരുടെ സീറ്റ് നില. മധൂരിൽ 20-ൽ 13 സീറ്റ് നേടി BJPക്കാണ് ഭരണം. LDF 4, UDF 3 എന്നതാണ് മറ്റ് മുന്നണികളുടെ കണക്ക്. BJP ഭരിക്കുന്ന മറ്റൊരു പഞ്ചായത്താണ് വെള്ളൂർ. ഇവിടെ 13-ൽ 9 എടുത്താണ് BJP വിജയിച്ചത്. UDFന് 4 സീറ്റുകളുണ്ട്. 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4ഇടത്തും ഇടതുമുന്നണിക്കാണ് ഭരണം. നീലേശ്വരം, കാഞ്ഞങ്ങാട്, പരപ്പ, കാറടുക്ക എന്നിവിടങ്ങളിലാണ് ഇടതുമുന്നണിക്ക് മേൽക്കൈ. കാസർഗോട്ടും മഞ്ചേശ്വരത്തും UDFനാണ് ഭരണം. നഗരസഭകളിൽ 3-ൽ 2ഉം ഇടതുമുന്നണിക്കാണ്. നീലേശ്വരത്തും കാഞ്ഞങ്ങാട്ടുമാണ് ഇടതുമുന്നണിക്ക് ഭരണമുള്ളത്. കാസർഗോഡ് നഗരസഭയിൽ UDFനാണ് ഭരണം. ജില്ലാ പഞ്ചായത്ത് ഭരണം ഉൾപ്പെടെ നിലനിർത്തി കൂടുതൽ ഇടങ്ങളിൽ ഭരണം നേടാനാകുമെന്ന പ്രതീക്ഷയിൽ LDFും ജില്ലാ പഞ്ചായത്തിലും കാഞ്ഞങ്ങാട് നഗരസഭയിലും ഉൾപ്പെടെ തിരിച്ചുപിടിച്ച് കൂടുതൽ ഇടങ്ങളിൽ മേൽക്കൈ നേടാൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് UDFും ഉള്ളത്. എന്നാൽ ഇത്തവണ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഭരണം നേടാനാകുമെന്ന പ്രതീക്ഷയിൽ BJPയുമുണ്ട്. ഏതായാലും വോട്ടർമാരുടെ മനസ്സറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. പൊളിറ്റിക്കൽ റിസർച്ച് ഡെസ്ക്, സിറ്റി ന്യൂസ്. കാസർഗോഡ് ഉപ്പള സൊക്കാലിൽ 25-കാരിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടക്കൈ റോഡിലെ മൊയ്തീൻ സവാദിന്റെ ഭാര്യ ഫാത്തിമത്ത് നസ്ബീനയാണ് മരിച്ചത്. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഉപ്പള സോങ്കാലിൽ 25-കാരിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടങ്കൈ റോഡിലെ മൊയ്തീൻ സവാദിന്റെ ഭാര്യ ഫാത്തിമത്ത് നസ്ബീനയാണ് മരിച്ചത്. കിടപ്പുമുറിയുടെ ജനലിൽ തൂങ്ങിയ നിലയിൽ കാണപ്പെട്ട യുവതിയെ ഉടൻ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആത്മഹത്യയുടെ കാരണം എന്താണെന്ന് വ്യക്തമല്ല.
മനോവിഷമമാണ് ആത്മഹത്യ ചെയ്തതെന്ന് മഞ്ചേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നു. 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മാതാവാണ് നസ്ബീന. ന്യൂസ് ബ്യൂറോ, ഉപ്പള. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള ഇട റോഡിൽ മലിനജലം ഒഴുകുന്നത് പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുന്നു. സമീപത്തുള്ള കടകൾ പൂട്ടിയിട്ട നിലയിലാണ്. കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള ഇടറോഡിലാണ് മലിനജലം ഒഴുകിപ്പോകുന്നത്. കാൽനട യാത്രക്കാരെയും പരിസര കടകളിലെ ആളുകൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടാവുകയാണ് ഈ മലിനജലം. ഇത് കുറേ ദിവസമായി നമ്മൾ സഹിക്കുന്ന ഒരു പരമാവധി കുറേ ദിവസം പറഞ്ഞാൽ പിന്നെ ആദ്യം എല്ലാം മാന്തിയെല്ലാം നോക്കി ആ 2 കടയുണ്ടായിരുന്നു, അവരിപ്പോൾ പൂട്ടിയിട്ട് പോയി. വെള്ളം ഇല തന്നെ മലിനജലം വന്ന് ഇങ്ങനെ ഒഴുകിയിട്ട് ഞങ്ങൾ കുടിക്കുന്ന വെള്ളത്തിനോട് അവിടത്തേക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഇവിടുത്തെ സ്റ്റാഫും ഞങ്ങളെല്ലാം വെള്ളമെല്ലാം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞതിൻ്റെ അപ്പുറത്തെ ആഴ്ച നിന്നെല്ലാം മാന്തിപ്പോയി. ഇവിടെ ഒന്നും വെള്ളം കാണുന്നില്ല. ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്നാണ് വെള്ളം വരുന്നത്. മുനിസിപ്പാലിറ്റിക്ക് അവർ എക്സിൻസ്പെക്ടർ കുറേ പ്രാവശ്യം വന്നു, ഈ ബിൽഡിങ്ങിന് ഓണറും വന്നു, പക്ഷേ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. നഗരസഭ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഉടൻ നടപടി സ്വീകരിക്കണമെന്നതുമാണ് സമീപത്തെ കടക്കാരുടെ ആവശ്യം. ജയരാജ്, കാഞ്ഞങ്ങാട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. BJP മുതിർന്ന നേതാവായിരുന്ന മടിക്കൈ കമ്മാരന്റെ 8ാം ചരമവാർഷിക ദിനത്തിൽ കല്യാണത്തെ സ്മൃതി കുടീരത്തിൽ ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി പുഷ്പാർച്ചന നടത്തി. കാസർഗോഡ് ജില്ലാ രൂപീകരണത്തിലും ജില്ലയിൽ ജനസംഘത്തെയും BJPയെയും വളർത്തിയതിലും മടിക്കൈ കമ്മാറിന്റെ സംഭാവനകൾ നിസ്തുലമാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി പറഞ്ഞു. മുതിർന്ന നേതാവ് മടിക്കൈ കമ്മാറിന്റെ 8ാം വാർഷിക ദിനത്തിൽ BJP മടിക്കൈ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പുഷ്പാർച്ചനയും അനുസ്മരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ജില്ലയിലെ CPM ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ BJP പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് എക്കാലവും പ്രേരണാ സ്രോതസ്സായി മടിക്കൈ കമ്മാരേട്ടൻ ഉണ്ടായിരിക്കുമെന്നും അശ്വിനി അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞു. ആ സമയത്ത് കണ്ണൂർ ജില്ല ആയിട്ടുണ്ടായ ഈ കാസർഗോഡ് ജില്ല ആക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ കാസർഗോഡ് ജില്ല ആക്കി തന്നത് കമ്മാരേട്ടനാണ്. അപ്പോൾ അതിൽ എപ്പോഴും നമ്മൾ പ്രവർത്തകന്മാർ അവർക്ക് മറക്കാത്ത ഒരു രീതിയിലാണ് നമ്മൾ എപ്പോഴും അവരെ ഓർമ്മിക്കുന്നത്. കമ്മാരേട്ടൻ ഈ ഒരു പാർട്ടി ഗ്രാമമായിട്ടുള്ള മടിക്കയിൽ ശക്തമായിട്ടാണ് വർക്കെടുത്തത്. ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ കോട്ടയിൽ വർക്കെടുക്കുന്നത് സുലഭമല്ല, ഈസി അല്ല. നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോഴും നമുക്ക് അതേ രീതിയിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഫേസ് ആക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് എത്ര പ്രോബ്ലംസുകൾ ഫേസ് ആക്കിക്കൊണ്ട് ആ ഒരു പാർട്ടി ഗ്രാമത്തിൻ്റെ ഉള്ളിൽ ഇടയിൽ ഒരു ധൈര്യമായിട്ട് ഒരു നേതാവ് എങ്ങനെയാണ് വർക്കെടുക്കേണ്ടതെന്ന് കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ് കമ്മാരേട്ടൻ. അപ്പോൾ ഇന്ന് മടിക്കൈ ഈ ഒരു പ്രദേശത്ത് എവിടെ ഞാൻ കാണാൻ സാധിക്കുന്നില്ല. ഞാൻ അവിടുന്ന് വരുമ്പോൾ എവിടെ ഒരു ചോപ്പിൻ്റെ കൊടി കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇങ്ങ് വരുന്നിടത്തോളം നമ്മളെ കേസറിൻ്റെ ഫ്ലാഗ് മാത്രമാണ് കാണിക്കാൻ സാധിക്കുന്നുള്ളത്. അങ്ങനെ ആക്കി എടുത്ത ഒരു വ്യക്തിയാണ് കമ്മാരേട്ടൻ. ആ കമ്മാരേട്ടൻ എന്ത് നമുക്ക് ദാരിദീപ കൊടുത്തിട്ടുണ്ട്. മീൻസ് അവർ ഒരു കല്ലുമുള്ളിൽ ക്ഷമപ്പെടുത്തിക്കൊണ്ടും ഇന്ന് നമുക്കൊരു നല്ല വേ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ വേയിൽ എല്ലാ കാര്യകർത്താക്കന്മാരും നടന്നു വന്നിട്ടായിട്ട് നമ്മളെ പാർട്ടിയെ ശക്തമായിട്ട് വർക്കെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മടിക്കൈ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് M പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം A വേലായുധൻ, ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് M പ്രശാന്ത് സൗത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ P പത്മനാഭൻ, വിജി ബാബു, വൈസ് പ്രസിഡന്റുമാരായ PV നാരായണി, HR ശ്രീധരൻ, സെക്രട്ടറി P മനോജ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ E കൃഷ്ണൻ, N അശോക് കുമാർ, മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രൻ കല്ലൂരാവി, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് K ശോഭന, BMS ജില്ലാ ജനറൽ സെക്രട്ടറി KV ബാബു, രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ സേവാ പ്രമുഖ് V ഗോവിന്ദൻ മടിക്കൈ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രതീഷ് കല്യാണം സ്വാഗതവും MP ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോട്ടച്ചേരി കുന്നുമ്മൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ ജനകീയ കൂട്ടായ്മയിലൂടെ സാംസ്കാരിക പരിപാടികളോടുകൂടി ഡിസംബർ 11 മുതൽ 16 വരെ 5 ദിവസങ്ങളായി നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന് ദീപവും തിരിയും എഴുന്നള്ളത്തോടുകൂടി തുടക്കമായി. കോട്ടച്ചേരി കുന്നുമ്മൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ ജനകീയ കൂട്ടായ്മയിലൂടെ സാംസ്കാരിക പരിപാടികളോടുകൂടി ഡിസംബർ 11 മുതൽ 16 വരെ തീയതികളിലായി 5 ദിവസങ്ങളിലായാണ് കളിയാട്ട ഉത്സവം നടക്കുന്നത്. ദീപവും തിരിയും എഴുന്നള്ളത്ത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു.
കോട്ടച്ചേരി ചെരക്കര തറവാട് നിന്നും വാദ്യമേളത്തിന്റെയും ഭക്തി ആർപ്പുവിളികളുടെയും അകമ്പടിയിൽ ദീപവും തിരിയും കുന്നുമ്മൽ ദുർഗാ പരമേശ്വരി മഠത്തിൽ നിന്നും അരിയും പൂവും കൊണ്ടുവന്നാണ് ഉത്സവത്തിന് തുടക്കം കുറിച്ചത്. എല്ലാ ദിവസവും രാത്രി വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റവും പകൽ രാവിലെ ചാമുണ്ടി, ഉച്ചയ്ക്ക് വിഷ്ണുമൂർത്തി, വൈകിട്ട് ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം നൽകും. ആദ്യ ദിവസം കോട്ടച്ചേരി പട്ടരെ കന്നിരാശി വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നിന്നുള്ള തെയ്യം വരവ്, ക്ഷേത്രം പ്രവാസി കൂട്ടായ്മയുടെ നിധി സമർപ്പണം, കുന്നുമ്മൽ വിഷ്ണുമൂർത്തി ക്ഷേത്ര ഭജന സമിതിയുടെ ഭജൻസ്, ക്ഷേത്രം മാതൃസമിതി, കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ വനിതാ വിംഗ് എന്നിവരുടെ തിരുവാതിരയും പ്രാദേശിക കലാകാരന്മാരുടെ കലാപരിപാടികളും നടന്നു. നാടിന്റെ നാനാഭാഗങ്ങളിലുള്ള നിരവധി ആളുകൾ ഉത്സവത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂർ, പീലിക്കോട്, വലിയപറമ്പ് പഞ്ചായത്തുകളിൽ UDF പ്രവർത്തകർക്കും നേതാക്കൾക്കും നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് തൃക്കരിപ്പൂർ ടൗണിൽ UDF പ്രകടനം നടത്തി. ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ച പ്രകടനത്തിന് ജില്ലാ നേതാക്കൾ നേതൃത്വം നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂർ, പിലിക്കോട്, വലിയപറമ്പ് പഞ്ചായത്തുകളിൽ UDF പ്രവർത്തകർക്കും നേതാക്കൾക്കും നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് തൃക്കരിപ്പൂർ ടൗണിൽ UDF പ്രകടനം നടത്തി. അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള അവസാന ശ്രമത്തിലാണ് UDF നേതൃത്വം. അതുകൊണ്ട് തന്നെ ആത്മസംയമനത്തോടുകൂടി ഈ അക്രമങ്ങൾക്കെതിരെ അതിശക്തമായ നിയമ നടപടികൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ UDF തയ്യാറാണ്. അതിനനുസരിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അധികാരികളോട് ഏതെങ്കിലും തരത്തിലുള്ള അധികാര തമ്പുരാക്കന്മാരെ പീഡിപ്പിക്കുന്നതിന് പകരം ന്യായമായ നിലയിൽ ഈ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് UDF ആവശ്യപ്പെടാനുള്ളത്. ഈ പ്രതിഷേധം പങ്കെടുത്ത സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകന്മാരെയും നേതാക്കളെയും UDF നിയോജക മണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ച പ്രകടനത്തിന് ജില്ലാ നേതാക്കൾ നേതൃത്വം നൽകി. വിവിധ ബൂത്തുകളിൽ കള്ളവോട്ട് തടയാൻ ശ്രമിച്ചതിനെ തുടർന്ന് LDF പ്രവർത്തകർ നായ്ക്കുറിനപ്പൊടി വിതറിയെന്നും ആക്രമിച്ചെന്നും ആരോപിച്ചായിരുന്നു UDF പ്രകടനം നടത്തിയത്. പ്രതിഷേധ പ്രകടനത്തിന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ, DCC പ്രസിഡന്റ് PK ഫൈസൽ, സത്താർ വടക്കുംപാട്, PKC റൌഫ് ഹാജി, VK ബാവ, PV മുഹമ്മദ് അസ്ലം, S കുഞ്ഞഹമ്മദ്, അസ്രുദ്ദീൻ മണിയനുടി, AGC ഷംഷാദ്, സലീൽ പടന്ന, KP ദിനേശൻ, VPP ഷുഹൈബ്, ഫായിസ് ബീരിച്ചേരി, VM സാന്ദ്ര, ഫാത്തിമത്ത് അഷ്റീഫ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ വോട്ടെണ്ണലിൽ വിപുലമായ ഒരുക്കങ്ങൾ. ജില്ലയിൽ 74.89% പോളിംഗ് രേഖപ്പെടുത്തിയത്. രാവിലെ 7 മണി മുതൽ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. കാസർഗോഡ് ഉപ്പള സൊക്കാലിൽ 25-കാരിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടക്കൈ റോഡിലെ മൊയ്തീൻ സവാദിന്റെ ഭാര്യ ഫാത്തിമത്ത് നസ്ബീനയാണ് മരിച്ചത്. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള ഇട റോഡിൽ മലിനജലം ഒഴുകുന്നത് പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുന്നു. സമീപത്തുള്ള കടകൾ പൂട്ടിയിട്ട നിലയിലാണ്. BJP മുതിർന്ന നേതാവായിരുന്ന മടിക്കൈ കമ്മാരന്റെ 8ാം ചരമവാർഷിക ദിനത്തിൽ കല്യാണത്തെ സ്മൃതി കുടീരത്തിൽ ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി പുഷ്പാർച്ചന നടത്തി. കോട്ടച്ചേരി കുന്നുമ്മൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ ജനകീയ കൂട്ടായ്മയിലൂടെ കലാസാംസ്കാരിക പരിപാടികളോടുകൂടി ഡിസംബർ 11 മുതൽ 16 വരെ 5 ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന് ദീപവും തിരിയും എഴുന്നള്ളത്തോടുകൂടി തുടക്കമായി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.